പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. നിങ്ങൾക്ക് ഏത് വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഏത് വേണേലും എടുത്തോണം. അതിൻ്റെ പേര് ബിഗ് ബോസ് സീസൺ 7 മുട്ടനടി രാവിലെ പൂട്ടിയിരിക്കുകയാണ്. കാലത്ത് തന്നെ ഈ ഗുഡ് മോർണിംഗിനും സുപ്രഭാതത്തിനും വേണ്ടി അവിടെ മുട്ടനടി. നമ്മുടെ ക്യാപ്റ്റനോട് എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ക്യാപ്റ്റന് ഗുഡ് മോർണിംഗ് വേണ്ട, സുപ്രഭാതം. അപ്പോൾ ക്യാപ്റ്റന് ഒരേ നിർബന്ധം, എല്ലാവരും സുപ്രഭാതം എന്ന് പറയണമെന്ന്. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാപ്റ്റന് ചില കാര്യങ്ങളൊക്കെ നിർബന്ധം പിടിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്, ചിലതല്ലേ, ചില കാര്യങ്ങളൊക്കെ അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കും തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഗുഡ് മോർണിംഗ് പറയുമ്പോൾ പുള്ളി സുപ്രഭാതം തിരിച്ച് പറഞ്ഞാൽ പോരെ, പോട്ടെ, പുള്ളിയുടെ അത് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ അത് മറ്റുള്ളവരോട് പറയണമെന്ന് പറഞ്ഞാൽ നോക്കുന്ന കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. അപ്പോൾ ഈ ഗുഡ് മോർണിംഗിൻ്റെയും സുപ്രഭാതത്തിൻ്റെയും പേര് കാലത്ത് വമ്പൻ അടി അവിടെ നടന്നു കേട്ടോ. ഭയങ്കര ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അടിയല്ല, വാഗ്വാദങ്ങൾ. എന്നിട്ട് നമ്മുടെ ക്യാപ്റ്റനാണെങ്കിൽ ഒരിടത്ത് നിന്ന് അവർ പറയുന്ന അതാ ഒന്നാമത് നമ്മുടെ ക്യാപ്റ്റന് പറ്റി ഏറ്റവും വലിയൊരിതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റുള്ളവർ പറയുന്ന ഒന്ന് കേൾക്കാൻ പുള്ളി അവസരം കൊടുക്കത്തില്ല. പുള്ളി ഓട്ടമാണ്. ആ ഒരു ഫില്ലറിന് ചുറ്റും കിടന്ന് റൗണ്ട് വെക്കുക. റൗണ്ട് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു മോർണിംഗ് വാക്ക് എന്ന് വേണേൽ പറയാം. അദ്ദേഹം നിൽക്കുന്നില്ല കേട്ടോ. അതിന് ചുറ്റും ആ ഒരു അതിന് നടുക്കുള്ള ആ മണ്ഡപത്തിന് ചുറ്റും കിടന്ന് മോർണിംഗ് വാക്ക്. അതിന് പുറകെ അവരും. എന്നാൽ അവർ പറയുന്നുണ്ട് ഒന്ന് നിൽക്ക്, ഒന്ന് നിന്ന് ഞങ്ങൾ പറയുന്ന ഒന്ന് കേക്ക്. അത് പുള്ളി സമ്മതിക്കുന്നില്ല കേട്ടോ. പുള്ളിക്കാരൻ രാവിലെ ഇങ്ങനെ അങ്ങ് തുടങ്ങി എനിക്ക് സുപ്രഭാതം മോശം വാക്കല്ല, സുപ്രഭാതം നല്ല വാക്കാണ്. എല്ലാവരും പറഞ്ഞു സുപ്രഭാതം നല്ല വാക്ക് തന്നെയാണ്, മോശമല്ല. ഗുഡ് മോർണിംഗ് നല്ലൊരു വാക്കാണ്. ഞങ്ങൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ താങ്കൾ സുപ്രഭാതം പറഞ്ഞു, പറ്റില്ല. എല്ലാവരും സുപ്രഭാതം പറയണമെന്ന് പുള്ളി അവിടെ നമ്മുടെ ക്യാപ്റ്റൻ അങ്ങനെ ഭയങ്കര വാശി പിടിച്ച് അവിടെ ഭയങ്കര ബഹളം. അപ്പാന് ശരത്തുമൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ഷാനവാസ ഇവരെല്ലാം വന്ന് ഭയങ്കരമായിട്ട് രാവിലെ. അപ്പോൾ അങ്ങനെ അപ്പാനി ശരത്തെ ഷാനവാസ ഇവരെല്ലാവരും വന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ഗുഡ് മോർണിംഗിനെയും സുപ്രഭാതത്തിനെയും കുറിച്ച് കേട്ടോ. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട് ഞാൻ സെലിബ്രിറ്റി അല്ലല്ലോ, അങ്ങനൊരു ടോക്ക് പുള്ളിക്ക് ആവശ്യമില്ല. കാര്യം പുള്ളി സ്വയം ചെറുതാകുന്നതായിട്ട് എനിക്കും തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതായത് എപ്പോഴും ഞാനൊരു കോമണറാന്ന് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ 19 പേരും ഒരേ ഇതില്ല. അതിൻ്റെ അകത്ത് സെലിബ്രിറ്റിന്നോ കോമണറെന്നോ പാവമെന്നോ പഞ്ചമെന്നോ പണക്കാരനോ ഒന്നുമില്ല. കാര്യം അവിടെ അവിടെ കൊടുക്കുന്ന ബെഡും അവിടെ കഴിക്കുന്ന ഫുഡും മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പണക്കാരനും പാവപ്പെട്ടവനും ഒന്നുമില്ല. അവരൊന്നിച്ചല്ലേ അവിടെ ആഹാരം രാവിലെ തന്നെ അവരെണ്ണിച്ച് കാപ്പിയൊക്കെ ഇട്ട് എല്ലാവർക്കും ഒരുപോലെ ഒഴിച്ചു വെച്ചു. അവിടെ സെലിബ്രിറ്റിന്ന് ഒന്നുമില്ല. അവർ രാവിലെ കട്ടനിട്ടു, എല്ലാവർക്കും ഒരുപോലെ എടുത്തു വെച്ചു. രാവിലെ ബാൽട്രി വന്ന് അതെല്ലാവരും മാറാൻ പറയുന്നുണ്ട്. അവിടെ ഞങ്ങൾ മാത്രം മാറിയാൽ മതി, അങ്ങനെയൊന്നും പറഞ്ഞില്ല. എല്ലാവർക്കും ഒരേ ഒരു ഇത് തന്നെയാണ്. പുള്ളി പറയുന്നത് ഞാൻ കോമണർ ആയതുകൊണ്ട് എന്നോട് എല്ലാവരും ഇങ്ങനെ പറയുന്നത് നിങ്ങളൊക്കെ സെലിബ്രിറ്റി അല്ലോന്ന്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ക്യാപ്റ്റൻ ഒന്ന് ശ്രദ്ധിച്ചാൽ ക്യാപ്റ്റൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ഇച്ചിരി ഓവറാകുന്നൊരു സംശയം ഉണ്ട്. പുള്ളി എന്തൊക്കെയോ പുള്ളി രാത്രി ചിന്തിച്ചു രാവിലെ എണീച്ച് ഇന്നൊരു സംഭവം ഉണ്ടാക്കണമെന്നുള്ള അത് അങ്ങനെ ഇന്ന് നമുക്ക് രാവിലെ ഇന്നതാകാം, ഇന്ന് രാവിലെ കണ്ടൻറ്റ് എന്തുവാകാം എന്ന് പുള്ളി കറക്റ്റ് ചിന്തിച്ചിട്ടൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. എന്താന്നേലും രാവിലെ നല്ലൊരു അടി പൊട്ടിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം എല്ലാവരും ഒന്ന് ശമിച്ചിട്ടുണ്ട്. എന്നാലും പിള്ളേരെല്ലാം പെൺകുട്ടികളൊക്കെ വരുമ്പോൾ ഗുഡ് മോർണിംഗും പറയുന്നുണ്ട്, സുപ്രഭാതവും പറയുന്നുണ്ട്. കാലത്ത് അങ്ങനെ നല്ലൊരു മോർണിംഗ് വാക്ക് അതിൻ്റെ അകത്ത് എല്ലാവരും ഓടി നല്ലൊരു വ്യായാമം നടത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും കാലത്ത് തന്നെ ഈ ഗുഡ് മോർണിംഗും ഇതിൻ്റെ ഗുഡ് മോർണിംഗിൻ്റെ പേര് നല്ലൊരു അടി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, ബെല്ലൈക്കൻ അടിക്കണേ, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. എല്ലാവർക്കും ബൈ, സുപ്രഭാതം.